ഉറ്റവരെ മുഴുവൻ കവർന്നെടുത്തിട്ടും അക്ഷോഭ്യനായ യുദ്ധഭൂമിയിൽ മാധ്യമപ്രവർത്തനം നടത്തുകയാണ് വായിൽ ദഹദു. ഒന്നും രണ്ടുമല്ല, പ്രിയപ്പെട്ട എല്ലാവരെയും കൊന്നൊടുക്കുകയായിരുന്നു ഇസ്രായേൽ. എന്നിട്ടും തളരാൻ ഒരുക്കമല്ല എന്ന ഗസയുടെ അതേ വിളംബരത്തിനൊപ്പം നിശ്ചയദാർഢ്യത്തോടെ നിലയുറപ്പിക്കുകയാണ് വായിൽ അൽ ദഹദു. ഇസ്രായേലിന്റെ കൊടിയ ക്രൂരതകൾക്കിടയിൽ ചേർത്തുപിടിക്കാൻ കുടുംബപേരുകൾ പോലുമില്ലാത്ത വലിയ ശൂന്യതയിലാണ് വായിൽ ദഹദു. എല്ലാ ഉറ്റവരെയും ഒന്നൊന്നായി അറുത്തുമാറ്റുകയായിരുന്നു ഇസ്രായേലിന്റെ നിഷ്ഠുരത. ഗസക്കാരെ പോലെ എല്ലാം നിസ്സഹായനായി നോക്കി നിൽക്കുകയാണ് ഈ മാധ്യമപ്രവർത്തകനും. അൽ ജസീറ ഗസ ബ്യൂറോ ചീഫ് വായിൽ ദഹദുഹിന്റെ മകൻ ഹംസ ദഹദുഹാണ് കൊല്ലപ്പെട്ടത്. 27 വയസ്സുള്ള ഫോട്ടോ ജേർണലിസ്റ്റാണ് ഹംസ. യുദ്ധഭൂമിയിൽ പിതാവിനെ പോലെ ഒന്നും കൂസാതെ മുന്നേറുന്ന ധീരനായ മാധ്യമപ്രവർത്തകൻ. കാറിൽ സഞ്ചരിക്കവെയായിരുന്നു വ്യോമാക്രമണം. ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകൻ മുസ്തഫ തുറായയും കൊല്ലപ്പെട്ടു. 52-കാരനായ വായിൽ ദഹദുഹിന് ഗസയുദ്ധത്തിൽ ഭാര്യയെയും മകളെയും മറ്റൊരു മകനെയും പേരക്കുട്ടിയെയും നഷ്ടപ്പെട്ടത് കഴിഞ്ഞ ഒക്ടോബറിൽ. പ്രിയപ്പെട്ടവരുടെ വിയോഗം സൃഷ്ടിച്ച സങ്കടങ്ങൾക്കിടയിലും ഗസയുടെ നോവുകൾ ലോകത്തെ അറിയിക്കാൻ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു വായിൽ ദഹദു. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ നിന്ന് അടുത്തിടെയാണ് പരിക്കുകളോടെ ദഹദുഹ് രക്ഷപ്പെട്ടതും. ക്യാമറമാൻ സാമിർ അബൂദക്ക പക്ഷേ മരണത്തിന് കീഴടങ്ങി. തനിക്ക് പിൻബലമായി നിന്ന മകൻ മാത്രമല്ല, താൻ തന്നെയാണ് ഹംസയുടെ വിയോഗത്തിലൂടെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നതെന്ന് വിതുമ്പുകയാണ് വായിൽ ദഹദുഹ്. എങ്കിലും ദഹദുഹ് പക്ഷേ തളരില്ല. ഒരു ജനത താണ്ടുന്ന ദുരിതപർവവും ചെറുത്തുനിൽപ്പ് വീര്യവും ലോകത്തെ അറിയിക്കാൻ താൻ ഇനിയും ഉണ്ടാകുമെന്ന് ഇച്ഛാശക്തിയോടെ ഉറപ്പിക്കുകയാണ് ഈ മാധ്യമപ്രവർത്തകൻ. മീഡിയ 1 ദുബൈ.